നമസ്കാരം. മഴതോരു മുമ്പേ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത്. വരാൻ പോകുന്ന കഥകളെല്ലാം നല്ല അടിപൊളിയാണ്. അതെല്ലാം നമ്മുടെ ചാനലിലൂടെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഈ കഥയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അലീന സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്ത് എത്തുകയാണ്. അവിടെ ബാലചന്ദ്രൻ കൊണ്ടാക്കുകയാണ് അലീനയെ. അങ്ങനെ അലീന അവിടെ താമസം തുടങ്ങുകയാണ്. സ്റ്റാൻലിയോടായിട്ട് ചെറിയ പിണക്കങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റാൻലി ഒന്ന് നേർവഴിക്ക് നയിക്കാൻ വേണ്ടി തന്നെയാണ് അലീന തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനുശേഷം അലീനയെ കാണാൻ റീത്താമ്മയും ടാനിയും കൂടി വരികയാണ്. റീത്താമ്മ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. റീത്താമ്മ ഒരു കർക്കശക്കാരിയാണ്. സ്റ്റാൻലിയുമായിട്ട് നേരത്തെ തന്നെ ഇഷ്ടക്കുറവുണ്ട് റീത്താമ്മയ്ക്ക്. എൽസമ്മയും സ്റ്റാൻലിയും തമ്മിൽ പിരിഞ്ഞ് താമസിക്കാൻ കാരണക്കാരിയും പ്രധാനമായിട്ടും ഈ റീത്താമ്മ തന്നെയാണ്. റീത്താമ്മ വന്നിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ അലീനയെ കാണാനും. അലീനയെ കണ്ടു കഴിയുമ്പോൾ റീത്താമ്മ ഭയങ്കരമായിട്ട് സ്റ്റാൻലിയോടും അതുപോലെ അലീനയോടും ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സ്റ്റാൻലി നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. അലീനയും അപ്പോൾ അലീനയോട് സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്തിനാ ഇവിടുത്തെ ജോലിക്കാരോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? ഞാൻ നിൻ്റെ പപ്പായാണെന്ന് നീ എന്തിനാ അവരോട് വിളിച്ച് പറഞ്ഞത്? അവരോട് നീ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം അലീന പറയുന്നുണ്ട്, അതിനെന്താ പറഞ്ഞെങ്കിൽ അവർ തോന്നിയാസം കാണിച്ചത് കൊണ്ടല്ലേ എനിക്കത് പറയേണ്ടി വന്നത്. ഇതൊക്കെ സഹിക്കണം എന്നാണോ പറയുന്നത് എന്ന് പറയണം. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ, നീ അവരെ ഒന്നും ഭരിക്കാൻ പോകേണ്ട കാര്യമില്ല. നീ എൻ്റെ മോളാണ്. നീ തരത്തിനുള്ളവരോട് മാത്രം സംസാരിച്ചാൽ മതി. നീ കാരണമല്ലേ ആ പൗലൂസ് ഇപ്പോൾ പിണങ്ങിപ്പോയത്. പലീന പറയാണ്, ഞാൻ കാരണമൊന്നുമല്ല. ഞാൻ തെറ്റ് കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്തു. അതിന് അയാൾ പിണങ്ങിപ്പോയെങ്കിൽ അത് അയാളുടെ കയ്യിലിരിപ്പ്. അയാൾ പോയത് കൊണ്ടിപ്പം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പപ്പായ്ക്ക് കഴിക്കാൻ ഭക്ഷണമൊക്കെ കിട്ടുന്നില്ലേ? അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. പൗലോസേ ഇന്നും ഇന്നലെ വന്നതൊന്നുമല്ല. വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് എനിക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് വന്നിരുന്ന ആളാ. വേറൊരു പാചകക്കാരൻ മാത്രമായിരുന്നില്ല അയാൾ. നീ വന്ന് വേണ്ടാത്തതൊക്കെ പറഞ്ഞതുകൂടി അയാൾ പോയി. അയാൾ എന്തിനാ പോകുന്നത്? പപ്പായുടെ മോളല്ലേ ഞാൻ അയാളോട് തെറ്റ് കണ്ടപ്പോൾ ചോദിച്ചപ്പം അയാൾ എന്തിനാ പോകുന്നത്? എനിക്കതിനുള്ള അവകാശമില്ലേ പപ്പ എന്ന് പറയണം. അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ പൗലോസ് ആലോചിച്ചിട്ടുണ്ട്, തന്നേക്കാൾ പകുതി പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടി വന്ന് തന്നെ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നത് നാണക്കേടാണെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ പോയതെന്ന് പറയാം. ആണെങ്കിയാണ്, കാണിക്കുന്നതൊക്കെ തെമ്മാടിത്തരമല്ലേ എന്ന് പറയാം. അപ്പോഴേക്കും സ്റ്റാൻലി പറയാം, ദേ, എനിക്കിങ്ങനെയൊന്നും ഭക്ഷണം കഴിച്ച് ഒരു പരിചയമില്ല. ഞാൻ ജീവിച്ചതേ നല്ല ആഡംബരമായിട്ട് തന്നെയാണ്. മേശപ്പുറത്ത് നിറച്ച് ഭക്ഷണം ഉണ്ടാവും. അതിലെനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുത്ത് കഴിക്കും. ബാക്കി കളയുന്നുണ്ടോന്നോ എടുക്കുന്നുണ്ടോന്നൊന്നും ഞാൻ നോക്കാറില്ല എന്ന് പറയാം. അപ്പം അലീന പറയാം, ഓഹോ, അങ്ങനെ ധാരാളിത്തത്തി പപ്പ ഇവിടെ ജീവിക്കുമ്പോഴേ ഒരാൾ കഴക്കൂട്ടത്തെ അനാഥാലയത്തിൽ ഒരു നേരം പപ്പ ആ കളയുന്ന ഭക്ഷണം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്ന സമയമുണ്ട് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിയുടെ തലയിൽ ഒരു അടി കിട്ടുന്ന പോലെ സ്റ്റാൻലിക്ക് തോന്നുന്നേ. കാരണം അലീന തൻ്റെ മോള് താൻ ഇവിടെ സുഖലോലുപതയോടെ ജീവിക്കുമ്പോൾ അവിടെ കഴക്കൂട്ടത്ത് അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കുന്ന അവസ്ഥ സ്റ്റാൻലിയുടെ മനസ്സിലൂടെ പോവാണ്. പിന്നെ സ്റ്റാൻലിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അലീന പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, എല്ലാവരെയും നേരെയാക്കാവോന്ന്. ഇതൊന്നും ഇവിടെ നടക്കില്ല. പപ്പായ്ക്ക് ഒരുപാട് പണം ഉണ്ടെങ്കിലേ ആ പണമെല്ലാം എൻ്റെ കയ്യിലേക്ക് തന്നേക്ക്. എന്നിട്ട് ഈ കുടുംബം ഞാൻ നോക്കാം. എന്നിട്ട് ഇവിടുത്തെ ചെലവ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മിച്ചം വരുന്നുണ്ടെങ്കിലേ അത് ഞാനങ്ങ് എടുത്തോളാം. എനിക്കൊരു വരുമാനമാകുമല്ലോ എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് നിനക്ക് പണം വേണമെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും അത് ഞാൻ തരാം. നിനക്ക് എത്രയാണ് വേണ്ടത്? 1 ലക്ഷമോ 2 ലക്ഷമോ എത്രയാണ് വേണ്ടത്? അത് തന്നാൽ ഞാൻ തന്നേക്കാന്ന് പറയാം. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് പപ്പായുടെ പണമൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, അത്രേ ഉള്ളൂ എന്ന് പറയാം. എന്നിട്ട് റൂമിലേക്ക് കയറി പോവാം. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഔതക്കുട്ടി ചായനും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഔതക്കുട്ടി ചായനോട് സ്റ്റാൻലി പറയുക, അപ്പച്ചാ, അവള് കാണിച്ചത് തെമ്മാടിത്തരല്ലേ ആ പൗലോസിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഔതക്കുട്ടി ചായൻ പറയാ, അതിലെന്താ തെറ്റ്? അവൾ പറഞ്ഞത് നേരല്ലേ. അവൻ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ അപ്പച്ച?
എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്താടാ എങ്ങനെയാണോന്നാ ലാലിച്ച നീ ചോദിക്കുന്നേ? അതെ, എങ്ങനെ അപ്പച്ചൻ്റെ ഭാര്യ ചിന്നമ്മയും ഇങ്ങനെ തന്നെ ആയിരുന്നു, ഒരു മനസമാധാനവും തരികയല്ല ബാക്കിയുള്ളവർക്ക് എന്ന് പറയുമ്പം ഔതക്കുട്ടിച്ചായൻ പറയാണ്, ആ അവളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റാൻലി പറയാ, അമ്മച്ചി അങ്ങനെ ബഹളം വെച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല, അപ്പച്ചനെ ബുദ്ധിമുട്ടിച്ചും കേട്ടിട്ടില്ല എന്ന് പറയാം. അപ്പം ഔതക്കുട്ടിച്ചായൻ പറയാ, അതെ നീ കേൾക്കാത്തത് കൊണ്ടാ. അവള് പകലൊന്നും ഒന്നും മിണ്ടാറില്ലേലും രാത്രി ഉറങ്ങാൻ ചെന്ന് കിടക്കുന്ന സമയത്ത് എനിക്ക് സ്വസ്ഥത തരാറില്ല. ഇതുപോലെ ഓരോ പരാതിയും പരിഭവവും പറയും. അവസാനം നമ്മളതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതായിരുന്നു ആ ചിന്നമ്മ. ഈ ചിന്നമ്മ അങ്ങനെയല്ല, നേരെ നിന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയല്ലേ, അതാ ഒരു കണക്കിന് നല്ലത് എന്ന് പറയാണ് ഔതക്കുട്ടിച്ചായൻ. അപ്പോൾ സ്റ്റാൻലി പറയാ, അവള് ആ പൗലോസിനെ പറഞ്ഞു വിടണ്ടായിരുന്നു, വർഷങ്ങളായിട്ട് എനിക്ക് കൂട്ടിനുള്ള ആളായിരുന്നു. ഇനിയാണെങ്കിലും 1-2 വർഷം കൂടി ഇവളിവിടെ കാണുകയുള്ളായിരിക്കും. അതിനുശേഷം ഞാൻ ഇവളെയൊക്കെ വിവാഹം കഴിച്ചു വിടും. അങ്ങനെ അവൾ വേറെ എങ്ങോട്ടെങ്കിലും പോകും. പിന്നെ ആരെനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും? എൻ്റെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ അറിയാവുന്ന ആളായിരുന്നു ആ പൗലോസ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാം, നീ അങ്ങ് വിടടാ, അവൾ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. നിന്റെ മോളല്ലേ അവള്, ആ വാശിയും വീറും ഒക്കെ അവൾക്ക് കാണാതിരിക്കുമോ? ആ എന്തെങ്കിലും ആകട്ടെ എന്ന് പറയാണ്. സ്റ്റാൻലി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഔതക്കുട്ടിച്ചായനാണെങ്കിൽ നേരെ പോയിട്ട് അലീനയുടെ മുറിയിൽ ചെല്ലുക. എന്നിട്ട് അലീനയോട് പറയാ, മോളെ നീ അവനോട് മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറഞ്ഞത് ശരിയായില്ല കേട്ടോ. അതെന്താ അപ്പച്ച ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞത് ശരിയാവാത്തത്? അല്ല, നിന്റെ പപ്പായല്ലേ? അതുമല്ല, അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ. അവൻ്റെ മനസ്സിലെ ചിന്താഗതിയെ പെൺകുട്ടികൾക്കൊക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ട ഗുണം അടക്കോ ഒതുക്കോ ആണെന്നാ എന്ന് പറയുക. അപ്പോഴേക്കും ഉടനെ തന്നെ പറയാണ്, ഓഹോ അങ്ങനെ അടക്കോ ഒതുക്കോ ആണെങ്കിലേ എന്നെ പിടിച്ചൊരു പട്ടിക്കൂട്ടിലെടുത്തിട്ട് അടച്ചാൽ പോരായിരുന്നു എന്ന് അലീന ചോദിക്കുക. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാ, അതല്ല, നീ ആ പാചകക്കാരനെ ഒന്നും പറഞ്ഞു വിട്ടാൽ അവനെ ഇഷ്ടപ്പെട്ടില്ല. നീ പറഞ്ഞതുകൊണ്ടാ അവനൊന്നും മിണ്ടാതിരുന്നത്. ഞാനോ വല്ലതും പറയായിരുന്നെങ്കിൽ അവൻ എൻ്റെ കാരണം നോക്കി അടിച്ചേനെ. അപ്പനാണെന്നൊന്നും അവൻ നോക്കിയല്ല. അങ്ങനൊരു സ്വഭാവക്കാരനാ സ്റ്റാൻലി. ആ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണെങ്കിലേ ആ കേണലുകളിയൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാം, അത് മോളെ, അവൻ പട്ടാളത്തിലൊക്കെ അല്ലായിരുന്നോ? അവൻ കേണലല്ലായിരുന്നോ? അവൻ്റെ കീഴെ എത്ര പേര്, എത്ര പട്ടാളക്കാർ അവനെ അനുസരിച്ച് തിന്നതാ. അപ്പോഴേക്കും അലീന പറയും, ഓഹോ അപ്പോൾ താഴെ നിന്നവരേ ഉള്ളോ, മുകളിലും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ പിന്നെ ഔതക്കുട്ടിച്ചായന് ഒന്നും പറയാനില്ല. അലീനയോട് പറയാ, ആ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അലീന പറയാ, അതേ ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഈ റിട്ടയർഡ് കേണലിന് ഭാര്യയും മക്കളൊന്നും ഇല്ലേ? അവരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഒരു ഫോൺ കോള് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെയ്യുന്ന കണ്ടില്ല. ഞാൻ വന്നിട്ട് ഇന്ന് 4-5 ദിവസം ആയല്ലോ, ഇതുവരെ അതൊന്നും കണ്ടില്ല. അവരാരും എന്താ ഇങ്ങോട്ടൊന്നും വരാത്തതും വിളിക്കാത്തതും? അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയാം, അവരൊക്കെ എവിടെ ഉണ്ടെന്നേ, അവരാരും ഇങ്ങോട്ടൊന്നും വരാറില്ല. അത് ലാലിച്ചൻ്റെ കാര്യത്തിൽ അവരൊന്നും ഇടപെടാറുമില്ല. അവർക്ക് വേണ്ടതെല്ലാം ലാലിച്ചൻ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അവരവിടെ സുഖമായിട്ട് ജീവിക്കും, ലാലിച്ചനും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കും. അപ്പോൾ അലീന പറയാ, പിന്നെ അങ്ങനെ ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കണ്ട. ഇവിടെ എന്ത് സമാധാനം? കുറേ പട്ടികളും 2 പാചകക്കാരും കുറേ ജോലിക്കാരും, എന്ത് സമാധാനമാണെന്നാ പറയുന്നത്? ഇതൊക്കെ മാറ്റി ഇത് ഞാനൊരു കുടുംബമാക്കി മാറ്റും, അത് വല്യപ്പച്ചൻ കണ്ടോണം എന്ന് പറയാണ്. അപ്പോൾ വല്യപ്പച്ചൻ ഉടനെ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ആ ശരി, അങ്ങനെയൊക്കെ ആയാൽ കൊള്ളാം, എൻ്റെ ചിന്നമ്മ അതുപോലെ തന്നെയാ നീ എന്ന് പറയാണ് കേട്ടോ. എന്നാലേ ഞാൻ അങ്ങോട്ട് പോവാണ്, പുനലൂർക്ക് എന്ന് പറയുക ഔതക്കുട്ടിച്ചായൻ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തിനാ വല്യപ്പച്ച ഇപ്പോഴേ പോകുന്നത്? പുനലൂര് അങ്ങ് ദൂരമൊന്നും അല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ തന്നെ പറയാൻ, അതേന്നേ, പുനലൂർ അങ്ങ് ദൂരമൊന്നും അല്ലല്ലോ. പുനലൂരിൽ നിന്ന് കുളത്തുപുഴ വരാൻ വലിയ താമസമൊന്നും വേണ്ടല്ലോ, വന്നിട്ട് അന്ന് തന്നെ പോകാനുള്ളതേ ഉള്ളൂ. ഇനിയും ഞാൻ വരും കേട്ടോ, എൻ്റെ ചിന്നമ്മ കാണാതിരിക്കാൻ എനിക്ക് പറ്റുമോ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും, വലിയ ദൂരമൊന്നുമല്ല. ഇന്നിപ്പോൾ സന്ധ്യ ആകുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് പോവാ എന്ന് പറഞ്ഞ് നേരെ ഇറങ്ങാണ് ഔതക്കുട്ടിച്ചായൻ. അതിനുശേഷം വണ്ടിയിൽ കയറി ആ കാറങ്ങ് വിട്ടു പോവുകയാണ് കേട്ടോ. ഔതക്കുട്ടിച്ചായൻ്റെ കാറ് പോയി കഴിയുമ്പോഴേക്കും അങ്ങോട്ട് അടുത്ത ഒരു കാറ് വന്ന് നിൽക്കുന്നത് കാണുന്നുണ്ട്. ആ കാറിൽ നിന്ന് റീത്താമ്മയും അതുപോലെ തന്നെ ടാനിയുമാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. റീത്താമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലി ജോസഫിൻ്റെ ഭാര്യ എൽസമ്മയുടെ ചേച്ചിയാണ്. ഭയങ്കര കർക്കശക്കാരിയും ഒരു പ്രത്യേകതര സ്വഭാവക്കാരിയാണ്. സ്റ്റാൻലി അവർക്ക് നേരത്തെ മുതലേ ഇഷ്ടമല്ല. സ്റ്റാൻലിയുമായിട്ട് എപ്പോഴും വഴക്ക് പിടിക്കാറുണ്ട്. എൽസമ്മയും സ്റ്റാൻലിയും തമ്മിലുള്ള പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് ഈ റീത്താമ്മയാണ്.
റീത്താമ്മ പറയുന്ന അനുസരിച്ച് എൽസമ്മ ജീവിക്കുന്നത്. എൽസമ്മ എൽസമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ സ്റ്റാൻലിയുടെ അടുത്ത് പലപ്പോഴും വരുന്നത് റീത്താമ്മയാണ്. അവർ രണ്ടുപേരും പരസ്പരം കണ്ട കീരിയും പാമ്പും പോലെ തന്നെയാണ് കേട്ടോ. റീത്താമ്മ ടാനിയെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വരികയാണ്. സ്റ്റാൻലി മകളാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ബൈജു പറഞ്ഞതനുസരിച്ചിട്ടാണ് കേട്ടോ റീത്താമ്മ അവിടെ എത്തിയത്. സ്റ്റാൻലിയെ നേരിക്കണ്ട് ചോദ്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് റീത്താമ്മ വന്നത്. അങ്ങനെ റീത്താമ്മ ടാനിയുമായിട്ട് അകത്തേക്ക് വരികയാണ്. അപ്പോൾ ആൻ്റപ്പൻ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പ ഇവിടെ ഏതോ ഒരു പെങ്കൊച്ച് വന്നിരിക്കുന്നത്, എവിടെയാ സ്റ്റാൻലി എവിടെ എന്ന് ചോദിക്കുകയാണ്. അല്ല, സ്റ്റാൻലി എവിടെയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുക. ഞാൻ ചെന്നൊന്ന് സ്റ്റാൻലിയെ കാണട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ഗൗരവത്തിലാണ് കേട്ടോ റീത്താമ്മ ചെല്ലുന്നത്. റീത്താമ്മയും ടാനിയും കൂടി അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ സ്റ്റാൻലിയെ കണ്ട ഉടനെ തന്നെ ടാനിയെ പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പപ്പ. അപ്പോൾ സ്റ്റാൻലി തിരിച്ചു പറയാ, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ്. അപ്പോൾ ടാനിയെ പറയാ, ശരിയാ, ഗുഡ് ഈവനിങ് എന്ന് പറയാണ്. അപ്പോൾ റീത്താമ്മ ഇങ്ങനെ ഗൗരവത്തോടെ നോക്കുക. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇരിക്കും റീത്താമ്മ എന്ന് പറയാണ്. അപ്പോൾ റീത്താമ്മ പറയാം, ഇവിടെ ഇരിക്കാനോ, ഇവിടെ കുറേ പട്ടികളൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ഇവിടെ ഞാൻ തൽക്കാലം ഇരിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി പറയാം, ഓഹോ പട്ടികളോ, അവരും മനുഷ്യരുടെ അത്രയും വിലയൊക്കെ ഉള്ള പട്ടികളാണ്, അതുകൊണ്ട് അവരിയ്ക്കുന്നിടത്ത് ഇരുന്നെന്ന് വെച്ച് ഒരു മഹത്വക്കുറവും വരികയല്ല എന്ന് പറയാണ്. അപ്പോൾ റീത്താമ്മ പറയാം, ഓ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരാരും മനുഷ്യരുടെ ഒപ്പം വില വയ്ക്കാറില്ല, അങ്ങനെയാണെന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഓഹോ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയായിരിക്കും, അവിടെയുള്ളവർക്ക് ആർക്കും പട്ടിയുടെ വില പോലും ഇല്ല, അതുകൊണ്ട് പട്ടിയായിട്ട് വില വയ്ക്കാൻ പറ്റില്ല, ഇവിടെ അങ്ങനെയല്ല എന്ന് പറയാണ്. ഓ ഞാൻ തർക്കിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല സ്റ്റാൻലിയോട്, വന്നപ്പോൾ തന്നെ ഉടക്കാനുള്ള സ്വഭാവമാണല്ലോ എന്ന് പറയാണ് റീത്താമ്മ. അല്ല റീത്താമ്മ ഇപ്പം പെട്ടെന്ന് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നതിൻ്റെ കാര്യം എന്താ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ സ്റ്റാൻലിയോട് പറയുക റീത്താമ്മ, അതെ എനിക്ക് ചില കാര്യങ്ങൾ അറിയണമായിരുന്നു, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുമോ, എന്ത് കാര്യങ്ങളാണോ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ റീത്താമ്മ പറയാം, ആർക്കാ ഇവിടെ പട്ടിയുടെ വിലയില്ലാത്തതൊന്നും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ചെയ്യുന്നതെന്നും നമുക്കറിയാലോ, സ്റ്റാൻലി തന്നെയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത്, എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുക, അല്ല എന്താ റീത്താമ്മ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആരാ സ്റ്റാൻലി, ഇവിടെ ഒരു പെണ്ണെ കൊണ്ട് സ്റ്റാൻലി താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഓഹോ അപ്പോൾ അതൊക്കെ അറിഞ്ഞു റീത്താമ്മ അല്ലേ, പിന്നെ ഞാൻ അറിയാതിരിക്കുമോ, അറിയാതിരിക്കാൻ പറ്റുമോ, എൻ്റെ അനുജത്തി എൽസമ്മയുടെ ഭർത്താവല്ലേ സ്റ്റാൻലി, എൽസമ്മയ്ക്ക് 3 മക്കളുണ്ട്, അവർ 3 അവിടെ ഉണ്ടല്ലോ, അവർ അഞ്ചലിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്, അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഞാൻ അറിയാതിരിക്കില്ല, ആരാന്നാ ചോദിച്ചേ. അപ്പോഴേക്ക് സ്റ്റാൻലി പറയാ, അത് പറഞ്ഞ ആളോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്, ഇത്രയും വിവരങ്ങളൊക്കെ അവിടെ വന്ന് പറയുകയും അറിയിക്കുകയൊക്കെ ചെയ്തില്ലേ, അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയാം. അപ്പോൾ സ്റ്റാൻലിയോട് എൽസമ്മ പറയാണ്, അതല്ല എനിക്കറിയണം, ഞാൻ തമാശ വന്നതൊന്നും അല്ല, എൻ്റെ അനുജത്തിയെ വിവാഹം കഴിച്ചതാ സ്റ്റാൻലി ജോസഫ്. ഓ കേണലൊക്കെയാണ്, സമ്മതിച്ചു, പക്ഷേ എൻ്റെ അനിയത്തി ഒന്ന് തിരിഞ്ഞു നോക്കുവോ, അവരുടെ കാര്യങ്ങൾ ശരിക്കും നോക്കുകയോ ചെയ്യാതെ ഇവിടെ നിൽക്കുന്ന സ്റ്റാൻലി മറ്റൊരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയണ്ടേന്ന് ചോദിക്കുക. അപ്പോഴേക്കും പറയാം, പിന്നെ ഈ ചീഞ്ഞ വർത്തമാനങ്ങളൊക്കെ പറയാതിരിക്കുന്ന റീത്താമ്മയെ നല്ലതെന്ന് പറയുകയാണ് കേട്ടോ സ്റ്റാൻലി. ഉടനെ റീത്താമ്മ വിട്ടുകൊടുക്കുന്നില്ല. റീത്താമ്മ പറയാം, ചീഞ്ഞ വർത്താനങ്ങളോ, ആരാ ഇപ്പം ചീഞ്ഞു നാറുന്ന പ്രവൃത്തിയൊക്കെ ചെയ്തിരിക്കുന്ന സ്റ്റാൻലി എന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അല്ല ഞാൻ കാര്യം പറയാം, അതെ അവൾ ആരാണെന്നാണോ അറിയേണ്ടത്, അത് അലീന എൻ്റെ മോളാ എന്ന് പറയാം. ഓഹോ സ്റ്റാൻലിയുടെ മോളോ, സ്റ്റാൻലിക്ക് 3 മക്കളല്ലേ ഉള്ളൂ, എത്ര മക്കളുണ്ടെന്നാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയാം, എനിക്ക് 4 മക്കളുണ്ട് എന്ന് പറയാം. അപ്പോൾ റീത്താമ്മ പറയാം, 4 മക്കളോ, എൻ്റെ അറിവിൽ 3 മക്കളേ ഉള്ളല്ലോ, ഇപ്പോൾ ഒരെണ്ണം പുതുതായിട്ട് എവിടുന്നാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാം, അതെ വിവാഹത്തിന് മുമ്പ് എനിക്കൊരു മോളുണ്ടായിരുന്നു, ആ 23 വർഷങ്ങൾക്ക് മുമ്പ് ആ മോളായത് എന്ന് പറയും. ഓഹോ അങ്ങനെ വരുന്നവരും പോരുന്നവരും ഒക്കെ മോളാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കയറുന്നുണ്ട്, അങ്ങനെ ഇനിയിപ്പോൾ എത്രയെണ്ണം കൂടെ വരാനുണ്ട് സ്റ്റാൻലി, ഇത് മാത്രമേ ഉള്ളോ എന്ന് ചോദിക്കുകയാണ് റീത്താമ്മ. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി ആരും വരാനൊന്നുമില്ല, അതിൻ്റെ കണക്കൊന്നും റീത്താമ്മ അന്വേഷിക്കുകയും വേണ്ടാന്ന് പറയാം. എന്നാലും അതൊന്നും ശരിയല്ലല്ലോ, ഏതോ ഒരു പെണ്ണ് വലിഞ്ഞു കയറി വന്നിട്ട് മകളാണെന്നും പറഞ്ഞ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നു, എൻ്റെ അനുജത്തിക്ക് എന്ത് ന്യായം കിട്ടുന്നത്, അവൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും, ഓ അവൾക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലേലും അവൾ മോശം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, തെറ്റ് ചെയ്തത് ഞാനല്ലേ, അതിന് അവളെതിനാ നാണം കെടുന്നത്, പിന്നെ അങ്ങനെ നാണം കെടാതിരിക്കാൻ പറ്റുമോ, 3 മക്കളില്ലേ സ്റ്റാൻലി നിങ്ങൾക്ക്,
ആ മക്കള് അവരെങ്ങനെ പുറത്തിറങ്ങിയിരിക്കും? അച്ഛൻ ഒരു തോന്നിയാസക്കാരനും അച്ഛനൊക്കെ വിവാഹത്തിന് മുമ്പ് അവിഹിതത്തിലുണ്ടായ മോളും വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഓഹോ, അവർ പുറത്തിറങ്ങി നടന്നോളും. അതൊന്നും ഓർത്ത് റീത്താമ്മ വിഷമിക്കണ്ട. എന്തായാലും അലീന എൻ്റെ മോളാ. അവളെ ഞാൻ ഇവിടെ തന്നെ താമസിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുക. അതെന്തിനായ ഈ വീട് എൻ്റെ അനുജത്തി എൽസമ്മയ്ക്കും മക്കൾക്കും കൂടി അവകാശപ്പെട്ട വീടാ. അവിടെ മറ്റൊരുത്തിയെ കൊണ്ട് താമസിപ്പിക്കുമ്പോഴേ അതെന്താണെന്ന് എനിക്ക് അറിയണ്ടേന്ന് ചോദിക്കുക. ഉടനെ സ്റ്റാൻലി പറയാ, അത് തൽക്കാലം ഇപ്പം നിങ്ങൾ അറിയണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉടനെ തന്നെ റീത്താമ്മ പറയണേ, അതങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എൽസമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. അതുകൊണ്ട് എൽസമ്മയ്ക്ക് അവകാശപ്പെട്ട ഈ വീട്ടിൽ വന്നിരിക്കുന്ന ഏതവളായാലും അവളെ ഇറക്കി വിടണം സ്റ്റാൻലി എന്ന് പറയാം. അങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല. അലീന എൻ്റെ മോളാണ്, അവളിവിടെ താമസിക്കും. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാര്യമെങ്കിലും സ്റ്റാൻലി എൽസമ്മയോടോ അവളുടെ മക്കളോടോ പറഞ്ഞിട്ടുണ്ടോ? അതെന്താ പറയുന്നത്? ഇതൊക്കെ പറയേണ്ടതല്ലേ സ്റ്റാൻലി? നാണം കെടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പം സ്റ്റാൻലി പറയാ, അതെങ്ങനെ പറയാനാ? 24 വർഷം മുമ്പാണ് അലീന ജനിച്ചത്. ആ സമയത്ത് എൽസമ്മ എൻ്റെ ഭാര്യയുമല്ല, എനിക്ക് മക്കളും ഇല്ല. പിന്നെ ഞാൻ ആരോട് അനുവാദം ചോദിക്കേണ്ടത്? അന്ന് വിവാഹത്തിന് മുമ്പ് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി എന്ന് പറയാം. അപ്പോൾ റീതാമ്മ പറയാ, എന്നാ പിന്നെ അവളെ കെട്ടി അങ്ങ് താമസിച്ചാൽ പോരായിരുന്നോ? എന്തിനാ എൻ്റെ അനുജത്തെ കെട്ടി ഇങ്ങനെ ആക്കി വെച്ചത്? ആദ്യം ഉണ്ടായവളെ തന്നെ കെട്ടിയ പോരായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കാനാ? ദൈവം ഓരോന്ന് വിധിച്ചിട്ടില്ലേ? അന്ന് ഒരുപാട് ആഗ്രഹിച്ച അവളെ തന്നെ കെട്ടണമെന്നും ജീവിക്കണമെന്നും ഒക്കെ. പക്ഷെ വിധി വേറൊരു രൂപത്തിൽ വന്നു. അവളെ കെട്ടാനോ ജീവിക്കാനോ ഒന്നും പറ്റിയില്ല. ദേ ഇപ്പം എൻ്റെ മോള് ജീവനോടെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. കഴിഞ്ഞ 24 വർഷം അവൾ ജീവനോടെ ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴേ അവൾ ഒരു അനാഥാലയത്തിൽ ഉണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ഇനി തള്ളി പറയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. അപ്പം റീത്താമ്മ പറയുന്നുണ്ട്, അപ്പം സ്റ്റാൻലി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണല്ലേ ആകെ നാണം കെടുത്താനായിട്ട്? അപ്പോഴേക്കും ഉടനെ സ്റ്റാൻലി പറയാം, ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട റീത്താമ്മ. റീത്താമ്മ വന്നതല്ലേ, തിരിച്ച് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. റീത്താമ്മ പറയാം, അതെ അതെ, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. വാടി ടാനിയെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ടാനിയെ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. സ്റ്റാൻലി ഒന്നും ഇടാതെ അവിടെ ഒരു സിഗരറ്റ് എടുത്ത് വലിച്ച് അവിടെ ഇരിക്കുന്നുമുണ്ട്. വെളിയിലോട്ട് ഇറങ്ങുമ്പം ആൻ്റപ്പൻ അവിടെ നിൽപ്പുണ്ട്. ഉടനെ തന്നെ ദേഷ്യത്തോടെ ചെന്ന് ആൻ്റപ്പനോട് ചോദിക്കുകയാണ് റീത്താമ്മ, ആൻ്റപ്പ ഒരു കാര്യം ചോദിക്കട്ടെ, അവളെവിടെയാ ഉള്ളത്? ആ വന്നവള് സ്റ്റാൻലിയുടെ മകളാന്ന് പറഞ്ഞ് ഇവിടെ വന്നവള്, അവളുടെ മുറി ഏതാ? ഒന്ന് കാണിച്ചു തന്നെന്ന് പറയാം. ആൻ്റപ്പ പറയുന്നുണ്ട്, ദേ ആ കാണുന്നത് ആ മുറി, അവിടെ ചെന്ന് നോക്ക്, അവിടെ കാണുമെന്ന് പറയാണ്. ആ വാടി, ഏതായാലും വന്നാലേ അവളെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ടാനിയെ വലിച്ച് നേരെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ, അലീനയുടെ മുറിയിലേക്ക്. ആ സമയത്ത് അലീന കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. വാതിലിന് ആരോ മുട്ടുന്നതുകൊണ്ട് അലീന വന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും അകത്തേക്ക് തള്ളിക്കയറി വരികയാണ് ടാനിയും ഒപ്പം റീത്താമ്മയും. ഇവരെ രണ്ടുപേരെയും കണ്ട് അലീന ആരാ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും റീത്താമ്മ ചാടിക്കടിച്ചുകൊണ്ട് പറയാണ്, ആഹാ നീയാണല്ലേ ഇവിടെ താമസിക്കുന്നത്. റീത്താമ്മയ്ക്ക് അത്ഭുതം തോന്നുവാണ് കേട്ടോ അലീനയെ കണ്ടപ്പോഴേക്കും. കാരണം സ്റ്റാൻലിയുടെ അമ്മ ചിന്നമ്മയെ നേരത്തെ തന്നെ റീത്താമ്മ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ചിന്നമ്മയെ കാണുന്ന അതേ രൂപം അതുപോലെ തന്നെ പറിച്ചു വച്ചിരിക്കുകയാണ് അലീനയ്ക്കും. അപ്പോഴേ റീത്താമ്മയ്ക്ക് മനസ്സിലായി, ഇനിയിപ്പം ഇതിൽ സംശയിച്ചിട്ടൊന്നും കാര്യമില്ല, സ്റ്റാൻലിയുടെ മോള് തന്നെ, ചിന്നമ്മയുടെ അതേ പകർപ്പ് തന്നെ. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ തർക്കിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ച് അലീനയെ സൂക്ഷിച്ചൊന്ന് നോക്കുകയാണ്. അപ്പോൾ അലീന രണ്ടുപേരെയും സൂക്ഷിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് റീത്താമ്മ അലീനയോട് ഒച്ച വയ്ക്കുകയാണ്, നീയാണല്ലേടി ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്? എടി ഉടുമ്പട്ടോളെ, ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് സ്വത്ത് കണ്ടിട്ടല്ലേടി സ്റ്റാൻലിയുടെ? ഇത്രയും നാളും ഇല്ലാത്ത മകള് നീ എങ്ങനെ ഇവിടെ വന്നടി? അവൻ്റെ സ്വത്ത് കണ്ടിട്ട് മാത്രമല്ലേ വന്നത്? നിന്നെ ഇവിടെ വാഴിക്കുമെന്ന് നീ ഓർക്കൊന്നും വേണ്ട കേട്ടോടി, അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ് റീത്താമ്മ ടാനിയെ വലിച്ചോണ്ട്. ആൻ്റപ്പൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആൻ്റപ്പനോട് അത് കഴിയുമ്പോഴേക്കും അലീന ചെന്നിട്ട് ചോദിക്കുക, ആൻ്റപ്പൻ ചേട്ടാ അതാരാ ആൻ്റപ്പൻ ചേട്ടാ ആ പോയത് എന്ന് ചോദിക്കുകയാണ്. അലീനയുടെ മനസ്സിൽ പല ചിന്തകളും വരികയാണ്. അതാരായിരിക്കും ആ സ്ത്രീ? അത് പപ്പായുടെ ഭാര്യയായിരിക്കുമോ? ഇനി ഭാര്യയാണെങ്കിൽ കൂടെയുള്ള ആ പെൺകുട്ടി ആരായിരിക്കും? അവരെന്താ വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് തന്നെ പോകുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പൻ ചേട്ടാ അതാരാ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റപ്പൻ പറയുക, അത് മോളെ, അത് മുതലാളിയുടെ ഭാര്യ എൽസമ്മയുടെ ചേച്ചി റീത്താമ്മയാണ്. കൂടെയുള്ള പെൺകുട്ടിയോ എന്ന് ചോദിക്കുകയാണ്. കൂടെയുള്ള പെൺകുട്ടി മുതലാളിയുടെ മോള് ടാനിയാണെന്ന് പറയാണ്. അപ്പോഴേക്കും അലീന എത്തി നോക്കുന്നുണ്ട് ടാനിയെ ഒരു നോക്ക് കാണാനായിട്ട്. അപ്പോഴേക്കും അവർ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു.
അലീനയ്ക്ക് മനസ്സിൽ നല്ല വിഷമം തോന്നുകയാണ്. ടാനിയെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, എൻ്റെ സഹോദരിയല്ലേ ടാനിയ, എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അവളോടൊന്ന് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിങ്ങനെ അലീന നിൽക്കുകയാണ്. എന്നാൽ റീത്താമ്മ നല്ല കലിപ്പിൽ അവിടെ നിന്ന് ചാടിത്തുള്ളി ഇറങ്ങി പോയിട്ടുമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്